ഹായ് ചിൽഡ്രൻസ്, ഹൗ ആർ യു? എൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ ഒരു അവധിക്കാലത്ത് എന്ന് പറയുന്ന ഒരു കൊച്ചു കഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാഠഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കഥ വായിക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോസും നിങ്ങളിലോട്ട് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ 2ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ പാഠഭാഗങ്ങളും അതിൻ്റെ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്ത വീഡിയോസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കഥ വായിച്ചാലോ. ഒരു അവധിക്കാലത്ത് അഭിനന്ദും നന്ദനയും വെളുപ്പിനുണർന്നു. അമ്മമ്മയുടെ നാട്ടിൽ പോകണം, അവിടെ ഉത്സവമാണ്. മക്കളെ, വേഗം കുളിച്ചോളൂ. വസ്ത്രങ്ങൾ അടുക്കി വയ്ക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു. അഭിനന്ദും നന്ദനയും അല്ലേ, ഈ 2 കൂട്ടുകാരും എങ്ങോട്ടാ പോകുന്നത്? അവരുടെ അമ്മയുടെ വീട്ടിലോട്ട് പോവാണ് അല്ലേ. അമ്മയുടെ നാട്ടിലോട്ട് പോവാണ്. എന്തിനാ അവർ പോകുന്നത്? എന്തിനാ? അവിടെ ഉത്സവമാണ് അല്ലേ. അപ്പോൾ ആരാ അവരുടെ അടുത്ത് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടി പറഞ്ഞത്? അവരുടെ അമ്മ ബാഗിലോട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അവരുടെ അമ്മ പറഞ്ഞു, എന്താ, നിങ്ങൾ പെട്ടെന്ന് വേഗം കുളിച്ചോളൂ എന്ന് പറഞ്ഞു. ബാഗും എടുത്ത് 6ാം നിലയിൽ നിന്ന് പടികൾ ഇറങ്ങി. എല്ലാവരും കാറിനടുത്തെത്തി. തിരക്കിലൂടെ കാർ മുന്നോട്ടു നീങ്ങി. വീതിയേറിയ റോഡ്, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ, ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും, ആകെ ബഹളമയം. അവർ ബാഗ് എടുത്തിട്ട് അവരുടെ മുറി എവിടെയാണ്? 6ാമത്തെ നിലയിലുള്ള കെട്ടിടമാണ് അല്ലേ. 6ാമത്തെ നിലയിലാണ് അവരുടെ മുറി, ആ കെട്ടിടത്തിൽ. അപ്പോൾ അവിടുന്ന് അവർ ബാഗൊക്കെ എടുത്തിട്ട് താഴോട്ടിറങ്ങി അല്ലേ. എങ്ങനെയാണ് കാറ് പോകുന്നത്? എങ്ങനെയാണ്? ഭയങ്കര തിരക്കാണ്. അതിലൂടെ കാറ് മുന്നോട്ട് നീങ്ങി അല്ലേ. എങ്ങനെയാ റോഡൊക്കെ എങ്ങനെയാണുള്ളത്? നല്ല വീതിയേറിയ റോഡാണ്. പിന്നെ എങ്ങനെയാ വാഹനങ്ങൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വാഹനങ്ങൾ പോകുന്നുണ്ട് അല്ലേ. 2 വശത്തും 2 സൈഡിലും എന്താണ്, വലിയ കെട്ടിടങ്ങളുണ്ട്. പിന്നെ എന്താ ഉള്ളത്? കാൽനടക്കാരും വാഹനങ്ങളും, ആകെ എന്താണ്, ഭയങ്കര ബഹളമാണ് അല്ലേ, ഭയങ്കര സൗണ്ടാണ് അല്ലേ. ഇതൊക്കെ എന്താണ്, പട്ടണത്തിലെ വിശേഷങ്ങളാണ്. റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം തെളിഞ്ഞതോടെ അച്ഛൻ കാർ നിർത്തി. പട്ടണത്തിലൊക്കെ പോയാൽ, സിറ്റിയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? സിഗ്നൽ കാണാൻ പറ്റും. സിഗ്നലിൽ എന്തൊക്കെ കളറ് വെളിച്ചമാണുള്ളത്? എന്തൊക്കെ കളറ് ലൈറ്റാണുള്ളത്? ഗ്രീൻ, റെഡ്, യെല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കളറ്? ചുവപ്പ് വെളിച്ചം അല്ലേ. ചുവപ്പ് ലൈറ്റ് കത്തിയപ്പോൾ അച്ഛൻ അവിടെ കാറ് നിർത്തി. പച്ച വെളിച്ചം തെളിഞ്ഞു. പച്ച തെളിഞ്ഞാൽ എന്താ? പോകും അല്ലേ. നിരനിരയായി നിൽക്കുന്ന വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി അല്ലേ. പച്ച വെളിച്ചം കത്തിയപ്പോൾ എല്ലാ വാഹനങ്ങളും മുന്നോട്ട് നീങ്ങി. കാർ പാലത്തിലേക്ക് കയറി. താഴെ നിറഞ്ഞൊഴുകുന്ന പുഴ. തോണിയിലിരുന്ന് മീൻ പിടിക്കുന്നവരെ നോക്കി അവർ കൈവീശി. എന്താണ്? വാഹനങ്ങൾ ഇങ്ങനെ പോവാണ് അല്ലേ. എങ്ങോട്ടാ പോകുന്നത്? മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ അവിടെ അവരൊരു പാലത്തിലോട്ടാണ് കയറിയത്. അപ്പോൾ അവിടെ എന്താ, നല്ല പുഴയാണ് അല്ലേ, നിറഞ്ഞൊഴുകുന്ന പുഴയാണ്. അപ്പോൾ അവിടെ മീനിങ്ങനെ പിടിക്കുന്ന അല്ലേ, മീൻ പിടുത്തക്കാരുണ്ട്. അപ്പോൾ അവരിങ്ങനെ ചൂണ്ടയിട്ട് പിടിക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് അഭിനന്ദും നന്ദനയും എന്താ ചെയ്തത്? അവരിങ്ങനെ ടാറ്റ കൊടുത്തു അല്ലേ. ചുക്ക് ചുക്ക് ചുക്ക്. അപ്പുറത്തുള്ള പാലത്തിലൂടെ ഒരു തീവണ്ടി കടന്നുപോയി. അഭിനന്ദും നന്ദനയും കാഴ്ചകൾ കണ്ടു രസിച്ചു അല്ലേ. അപ്പോൾ അപ്പുറത്ത് കൂടെയുള്ള ഒരു പാലത്ത് കൂടെ ഇങ്ങനെ തീവണ്ടി അല്ലേ, ട്രെയിൻ ഇങ്ങനെ കടന്നുപോയി അല്ലേ. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? എന്താ, നമ്മുടെ അഭിനന്ദും നന്ദനയൊക്കെ ഭയങ്കരമായിട്ട് കാഴ്ചകൾ കണ്ട് ഇങ്ങനെ രസിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാർ നാട്ടിൻ പുറത്തെത്തി. റോഡിൽ തിരക്ക് കുറഞ്ഞു. ഇരുവശത്തും ധാരാളം മരങ്ങൾ, കൊച്ചു കൊച്ചു വീടുകൾ, ഇടയ്ക്കിടെ പച്ച വിരിച്ച പാടങ്ങൾ. എന്താണ്, അവരെ പട്ടണത്തിൽ നിന്നും അവരുടെ നാട്ടിൻ പുറത്തെത്തി. അപ്പം നാട്ടിൻ പുറത്തെത്തിയപ്പോഴുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? റോഡൊക്കെ തിരക്ക് കുറഞ്ഞു അല്ലേ. 2 സൈഡിലും എന്താണ്, നിറയെ മരങ്ങളുണ്ട്. വീടൊക്കെ എങ്ങനെയാണ്? ചെറിയ ചെറിയ വീടുകളാണ് അല്ലേ. പട്ടണത്തിലൊക്കെ വലിയ കൂറ്റൻ കെട്ടിടങ്ങളായിരുന്നു അല്ലേ. ഇപ്പം അവർ നാട്ടിൻ പുറത്തെത്തിയപ്പോൾ കൊച്ചു കൊച്ചു വീടുകളാണ് അവർ കണ്ടത്. ഇടയ്ക്കിടെ എന്തൊക്കെയാണുള്ളത്? പാടങ്ങളുണ്ട് അല്ലേ, നെൽവയലുകളുണ്ട്. അങ്ങകലെ ഉയർന്ന മലനിരകൾ. ദൂരെ എന്താ ഉള്ളത്? വലിയ മലനിരകളുണ്ട്.
പാടത്തിന് നടുവിലൂടെ കളകളമൊഴുകുന്ന തോട്, വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ. എന്താണ്? ആ പാടത്തിൻ്റെ അല്ലേ, ആ വയലിൻ്റെ നടുവിലൂടെ എന്ത് പോകുന്നുണ്ട്? ഒരു തോട് പോകുന്നുണ്ട് അല്ലേ. കളകളം അല്ലേ, എന്താണ് നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല നിറഞ്ഞൊഴുകുന്ന ഒരു തോട് പോകുന്നുണ്ട്. പിന്നെന്താ, വരമ്പിലിങ്ങനെ വെള്ളക്കൊക്കുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തെങ്ങിൻ തോപ്പും വാഴത്തോട്ടവും പിന്നീട് കാർ ചെമ്മൺ പാതയിലേക്കു തിരിഞ്ഞു അല്ലേ. തെങ്ങിൻ തോപ്പ്, എന്താ തെങ്ങിൻ തോപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ തെങ്ങുകളുള്ള തോട്ടം അല്ലേ. വാഴത്തോട്ടം അല്ലേ, വാഴത്തോട്ടം. പിന്നെ എങ്ങോട്ടാ തിരിഞ്ഞത് കാറ്? ഒരു ചെമ്മൺ പാതയിലേക്കു തിരിഞ്ഞു. വീടിന് മുന്നിലെ വിശാലമായ മുറ്റത്ത് കാർ നിന്നു അല്ലേ. അവരുടെ വീടിൻ്റെ മുറ്റം എങ്ങനെയാണ്? നല്ല വിശാലമായിട്ടുള്ള മുറ്റാണ്. അവിടെ എന്ത് ചെയ്തു? അവിടെ നിന്നിട്ട് കാർ നിന്നു. നന്ദന ഓടിച്ചെന്ന് അമ്മമ്മയുടെ കണ്ണു പൊത്തി. ഓ, എൻ്റെ പൊന്നുമോൾ എത്തിയോ? എന്താണ്? അമ്മമ്മയുടെ കണ്ണു പൊത്തി. ആര് പോയിട്ട്? നമ്മുടെ നന്ദന പോയിട്ട് അല്ലേ. ഓ, എൻ്റെ പൊന്നുമോൾ എത്തിയോ എന്ന് ആരാ ചോദിക്കുന്നേ? നമ്മുടെ അമ്മമ്മ ചോദിച്ചു അല്ലേ. മനോഹരമായിട്ടുള്ളൊരു കൊച്ചു കഥയാണ് അല്ലേ കൂട്ടുകാരെ. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായോ? അപ്പം നമുക്കിവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ തന്നിട്ടുണ്ട്, ഒരുപാട് പാഠപ്രവർത്തനങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് ഇതൊക്കെ. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലേ. അപ്പം നോക്കിയാലോ, പറയാം, എഴുതാം. നന്ദനയും അഭിനന്ദും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ എന്തെല്ലാം? നമ്മുടെ നന്ദനയും അഭിനന്ദും പട്ടണത്തിൽ പോയി അല്ലേ. എന്നിട്ട് അവരെന്തൊക്കെ കാഴ്ചകളെയാണ് അവിടെ കണ്ടത്? കൂറ്റൻ കെട്ടിടങ്ങളും വിശാലമായിട്ടുള്ള റോഡ്, വീതിയേറിയ റോഡുകളൊക്കെയല്ലേ നമ്മുടെ അഭിനന്ദും നന്ദനയും അവിടെ കണ്ടിട്ടുള്ളത് അല്ലേ. വീതിയേറിയ റോഡ്, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ, ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും. ഇതൊക്കെയാണ് നന്ദനയും അഭിനന്ദും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ. അടുത്തത് എന്താണ്? അടുത്ത ആക്ടിവിറ്റി, അടുത്ത ക്വസ്റ്റ്യൻ. നാട്ടിൻ പുറത്ത് അവർ എന്തൊക്കെ കണ്ടു? അവരെന്തൊക്കെയാ നാട്ടിൻ പുറത്ത് കണ്ടത്? ഒരുപാട് മരങ്ങൾ, കൊച്ചു കൊച്ചു വീടുകൾ, പിന്നെ എന്തൊക്കെയാ കണ്ടേ? ഒഴുകുന്ന തോട്, പാടങ്ങൾ അല്ലേ. ധാരാളം മരങ്ങൾ, കൊച്ചു കൊച്ചു വീടുകൾ, പച്ച വിരിച്ച പാടങ്ങൾ, ഉയർന്ന മലനിരകൾ, പാടത്തിൻ്റെ നടുവിലൂടെ കളകളമൊഴുകുന്ന തോട്, വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ, തെങ്ങിൻ തോപ്പും വാഴത്തോട്ടവും എല്ലാമാണ് അവർ ഗ്രാമത്തിൽ കണ്ട കാഴ്ച. അടുത്തതെന്താണ്? പറയാം. പട്ടണത്തിലെയും നാട്ടിൻ പുറത്തെയും കാഴ്ചകൾ ഒരുപോലെയാണോ? എന്തെല്ലാം വ്യത്യാസങ്ങളാണുള്ളത്? പട്ടണത്തിലും നാട്ടിൻ പുറത്തൊക്കെ കാഴ്ച ഒരുപോലെയാണോ ഉള്ളത്? അല്ല അല്ലേ. നമ്മുടെ പട്ടണത്തിൽ കണ്ടത് ഒരുപാട് വലിയ എന്താ പറയുക, കൂറ്റൻ കെട്ടിടങ്ങളും ഇതൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഗ്രാമത്തിലോട്ട് വന്നപ്പോഴോ, നാട്ടിൻപുറത്ത് വന്നപ്പോൾ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് അല്ലേ. നാട്ടിൻപുറത്തെയും പട്ടണത്തിലെയും കാഴ്ചകൾ ഒരുപോലെയല്ല. പട്ടണത്തിൽ തിരക്കേറിയ റോഡും ബഹളവുമായിരുന്നു. നാട്ടിൻപുറത്തെത്തിയപ്പോൾ തിരക്ക് കുറഞ്ഞ റോഡും മനോഹരമായ കാഴ്ചകളുമാണ് അവിടെയുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എഴുതാം. പാടത്തിൽ നിന്നു കണ്ടെത്തി എഴുതുക. വീതിയേറിയ റോഡ്, കൂറ്റൻ കെട്ടിടങ്ങൾ, പിന്നെന്താ, അവിടെ പുഴ എന്നുണ്ട്. എങ്ങനെയുള്ള പുഴയാണ് അവിടെ ഉള്ളത്? നിറഞ്ഞൊഴുകുന്ന പുഴ. പിന്നെ എന്താ? മുറ്റം, വിശാലമായ മുറ്റം. തോട്, തോട് എങ്ങനെയാ പറയുന്നത്? ഒഴുകുന്ന തോട്. പിന്നെന്താ? മലനിരകൾ, മലനിരകൾ എങ്ങനെയുള്ളതാണ്? ഉയർന്ന മലനിരകൾ. പാടങ്ങൾ എങ്ങനെയാണ്? പാടങ്ങൾ എങ്ങനെയാണുള്ളത്? പച്ച വിരിച്ച പാടങ്ങൾ. വാക്യം മാറ്റി എഴുതാം. മൈതാനത്ത് കുട്ടികൾ വിലങ്ങനെയും കുറുങ്ങനെയും ഓടിക്കളിച്ചു. തൊട്ടു വച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട്. അടിയിൽ വരയിട്ട വാക്കുകൾക്കു പകരം തലങ്ങും വിലങ്ങും നിരനിരയായി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ മാറ്റി എഴുതുക. മൈതാനത്ത് കുട്ടികൾ തലങ്ങും വിലങ്ങും ഓടിക്കളിച്ചു. നിരനിരയായി വെച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട്. പാഠത്തിലുള്ളതുപോലെ ആശയങ്ങൾ ക്രമപ്പെടുത്തി എഴുതൂ. നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി. മുത്തശ്ശിക്ക് സന്തോഷമായി. യാത്രയ്ക്ക് തയ്യാറായി. ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു. കൂട്ടുകാരെ, അപ്പോൾ ഇതിൽ ഏതാ ഫസ്റ്റ്? ഫസ്റ്റ് ഏതാണ്? നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി. അടുത്തത് അല്ല, ഫസ്റ്റ് എന്താണ്? യാത്രയ്ക്ക് തയ്യാറായി. അടുത്തതോ?
നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി. പിന്നെയോ ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു. മുത്തശ്ശിക്ക് സന്തോഷമായി. അല്ലേ? ഇതൊക്കെയാണ് ഈ ഒരു പാഠത്തിലെ പാഠപ്രവർത്തനങ്ങൾ. അപ്പോൾ എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈ ക്ലാസ് നന്നായി മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ എന്ത് ചെയ്യുക? എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്